ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ്. ഈ വീടിന് 75 വർഷത്തിനപ്പുറം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ ഈ വീടൊന്ന് കണ്ടുവന്നാലോ? വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബ വീട്. ഇതിൻ്റെ മേൽക്കൂര ഞങ്ങൾ ജനിക്കുന്ന സമയത്തൊക്കെ ഓടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഷീറ്റിട്ടു. ചാണകം മെഴുകിയതായിരുന്നു തറ, ഇപ്പോൾ അത് ടൈലായി. അങ്ങനെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അന്നത്തേക്കാളും. എന്നാലും ഈ കൈവരിയൊക്കെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. പണ്ട് കസേരകൾ കുറവായതുകൊണ്ട് തന്നെ ഈ കൈവരിയിലിരുന്നുള്ള കുശലം പറച്ചിലും ചായ കുടിയും കുട്ടികളുടെ കളിയൊക്കെ ഒരു രസമായിരുന്നു. ദേ പഴമ ഉള്ള ഞങ്ങളുടെ തറവാട്ടിലെ കസേരകളാണ് കേട്ടോ. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഈ കസേരകൾ ഇപ്പോഴും ഉണ്ട് എന്നറിയില്ല. ഇത് തടിയിൽ ഉള്ളതാണ്, ഇത് കമ്പിയിലുള്ളതാണ്. സൈഡിലെ സിറ്റൗട്ടിൽ നിന്ന് സൈഡിലെ ആദ്യത്തെ മുറിയാണിത്. വെളിച്ചവും കാറ്റും പ്രധാനമായിരുന്നു പണ്ടത്തെ വീടുകൾക്ക്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്തുണ്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആണ്. ജനലിൻ്റെ മുകളിൽ ഓപ്പണിംഗ് ആണ്. പൂക്കളാണ് ഈ റൂമിൽ വെച്ചിരിക്കുന്നത്. ഇത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുണ്ടായിരുന്ന ഒരു വാതിലാണ്. ഇവിടെയും ഒരു കുഞ്ഞ് ജനലുണ്ട്. അതെല്ലാം തടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇത് ഹാളാണ് ഈ വീടിൻ്റെ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു റൂം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് ഓരോ റൂമുണ്ട്. ഞാനിവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്താണോ അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇത് എത്ര ഇരുമ്പ് പെട്ടി, പണ്ട് ഡ്രസ്സൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്തോ പഴയ തുണിയോ ചവിട്ടുമത്തയോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിലേക്ക് പോകാം. ഹാളിലെ കഥ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഓപ്പൺ ആക്കി അകത്തേക്ക് കടന്നു. ഇതാണ് അതിൻ്റെ തുറക്കുന്ന ഭാഗം. ഇങ്ങനെയാണ് 4 പാളികളായിട്ടാണ് കതക് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ 2 പാളി അടയ്ക്കുമ്പോഴേക്കും നമുക്ക് സേഫായിട്ട് മൃഗങ്ങളോ ഒന്നും വീടിനകത്ത് കയറാതെ സേഫായിട്ടിരിക്കാനും പറ്റും. കുട്ടികളൊക്കെ ഉള്ളവർക്ക് പുറത്ത് പോകാതിരിക്കാനും ഒക്കെ സേഫായിട്ടുള്ള കതകാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷീറ്റാണിപ്പോൾ മേൽഭാഗത്തെ തട്ടൊക്കെ പൊളിച്ച് കളഞ്ഞു കേട്ടോ. ഇത് ഈ ഹാളിൽ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ചെറിയ പ്ലേസ് ആണത്. ഇത് ഒരു ഒറ്റയാൾക്ക് കിടക്കാൻ പറ്റുന്ന പണ്ടത്തെ ഒരു കൊച്ചു കട്ടിലാണ്. ഇത് ഒരു റൂമാണ് കേട്ടോ, പക്ഷേ ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അവിടെ ചൂല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മറ്റൊരു സ്റ്റോർ റൂമാണിത്. ഇപ്പോൾ ഇവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. മുൻപ് ഇവിടെയാണ് വയലുണ്ടായിരുന്നു. നെല്ല് കൊണ്ട് ഇടുന്നത് ഈ ഒരു സ്റ്റോർ റൂമിലായിരുന്നു കേട്ടോ. ഇപ്പോൾ നെല്ലൊന്നുമില്ല, ഇവിടെ സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. എല്ലായിടവും കാറ്റും വെളിച്ചവും പ്രവേശിക്കാനുള്ള സൗകര്യം കൂടുതലായിരുന്നു കേട്ടോ പണ്ടത്തെ വീടുകളിൽ. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് തൊട്ടടുത്തുള്ള പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാനും തേങ്ങയും ഒക്കെ ഇടാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് മുൻപേ പുളിയൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതും. ഇവിടെയും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊരു തട്ടുണ്ടായിരുന്നു. അതിൻ്റെ കതകൊക്കെ പൊളിഞ്ഞു പോയി, തട്ടും ഇളകിയിട്ടുണ്ട്. എന്നാലും ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോഴും പുളിയൊക്കെ സൂക്ഷിക്കുന്നത്. അങ്ങനെ മുറം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെയായിരുന്നു കേട്ടോ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കതക് തുറന്നാൽ നമുക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ഈ ഭാഗത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അടുക്കള വരുന്നതെന്ന് വെച്ചാൽ ഈ മുകളിലെ ഭാഗത്തേക്കാളും താഴെ ആയിട്ടാണ്. അതിനേക്ക് ചെറിയ പടിയുണ്ട്. താഴ്ന്ന ഭാഗത്താണ് അടുക്കള. ഒരു അടുപ്പ് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെയും ഗ്യാസും മിക്സിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും അമ്മിക്കല്ലുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാലേ അത് ഉപയോഗിക്കൂ.
അല്ലാതെ ഗ്യാസും മിക്സിയും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡക്ഷനും ഗ്യാസ് അടുപ്പും ഒക്കെ ഈ റൂമിൽ ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തോട്ട് പോയാൽ ബേക്ക് ഭാഗത്തെത്തി, വീടിൻ്റെ പുറഭാഗത്തെത്തി കഴിയും. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ ബേക്കിലെ മുറ്റം. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച് തറവാട് വീട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.